അഹം സർവസ്യ പ്രഭവോ മത്താ സർവാ പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ഭൂതഭാവാ സമന്വിതാം. അഹം സർവസ്യ പ്രഭവോ മത്താ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ഭൂതഭാവാ സമന്വിതാഃ. അഹം സർവസ്യ പ്രഭവോ മത്താ സർവാ പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ഭൂതഭാവാ സമന്വിതാഃ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ജയ ശീല പ്രഭുപാദ് കി ജയ്. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. വേദങ്ങൾ പഠിക്കുകയും ശ്രീകൃഷ്ണ സോറി വേദങ്ങൾ പഠിക്കുകയും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവെ പോലുള്ള പ്രാമാണികരിൽ നിന്ന് അറിവ് നേടുകയും ആ ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലുള്ള എല്ലാറ്റിന്റെയും തുടക്കം കൃഷ്ണനാണെന്ന് ബോധ്യപ്പെടും. ഇത് പൂർണ്ണമായി അറിയാവുന്നത് കൊണ്ട് അയാൾ ഭക്തിയൂത ഭഗവത് സേവനത്തിൽ ഉറച്ചു നിൽക്കുന്നു. മൂഢന്മാർക്കോ അബദ്ധ ജടിലങ്ങളായ വ്യാഖ്യാനങ്ങൾക്കോ ആ ഭക്തനെ വഴിപിഴയ്ക്കാനാവില്ല. കൃഷ്ണനിൽ നിന്നാണ് ബ്രഹ്മാവും ശിവനും മറ്റു ദേവന്മാരും ഉത്ഭവിച്ചതെന്ന എല്ലാ വൈദിക സാഹിത്യങ്ങളും തീർത്തു പറയും. അഥർവവേദത്തിൽ ഉൾപ്പെട്ട ഗോപാല തപോനിഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഏ ബ്രാഹ്മണാം വിദധാതിപൂർവം യോ വൈ വേദാംശ പാപയതി സ്മ കൃഷ്ണ. ആദ്യമായി ബ്രഹ്മാവിന് വേദജ്ഞാനം ഉപദേശിച്ചതും അതിനെ പിൽക്കാലത്ത് പ്രചരിപ്പിച്ചതും കൃഷ്ണൻ തന്നെ. അധ പുരുഷോ ഹൈവേ നാരായണോ അകാമായ പ്രജാ സുജേയ. പിന്നെ പരമപുരുഷനായ നാരായണൻ ജീവസത്തകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു എന്ന് നാരായണന ഉപനിഷത്ത്. ഇത് അതേ ഉപനിഷത്ത് തന്നെ തുടരുന്നു. നാരായണ ബ്രഹ്മജായതേ നാരായണ പ്രജാപതി പ്രജായതേ നാരായണ നായരണ നാരായണാദിന്ദ്രോ ജായതേ നാരായണ ത്വഷ്ടൗ വസവോ ജയന്തേ. നാരായണാദ്വേഗ ദശരുദ്രം ജയന്തേ നാരായണാദ്വതി. നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപ വിസ്തരണമാണ്. ബ്രഹ്മണ്യോ ദേവകീ പുത്ര എന്ന അതേ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ദേവകീപുത്രനായ കൃഷ്ണനാണ് പരമപുരുഷൻ. നാരായണനോപനിഷത്ത് മഹോപനിഷത്ത് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ഏകോ വൈ നാരായണോസീന ബ്രഹ്മ ന ഈശാനോ നാഭോ നാഗ്നിസ മൗനേമേ ദിവ്യോ വൃദ്ധി നക്ഷത്രാണി ന സൂര്യ എന്ന്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമപുരുഷനായ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവില്ല, ശിവനില്ല, അഗ്നിയോ ചന്ദ്രനോ ആകാശമോ ഭൂമിയോ നക്ഷത്രങ്ങളോ സൂര്യനോ അന്നില്ല. ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ് ശിവന്റെ ഉൽപ്പത്തി എന്ന് അതിൽ തന്നെ പറയുന്നു. ബ്രഹ്മ ശിവാദികളുടെ സൃഷ്ടാവായ ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് വേദസിദ്ധാന്തം മോക്ഷധർമ്മത്തിൽ കൃഷ്ണൻ പറയുന്നത്. പ്രജാപതിം ച രുദ്രം ചാപ്യഹമേവ സൃജാമി വേ തൗഹിമാം ന വിജാനീതോ മമ മായാ വിമോഹിത. പ്രജാപതിയെയും രുദ്രനെയും മറ്റെല്ലാവരെയും ഞാനാണ് സൃഷ്ടിച്ചത്. ഭഗവാൻ പറയാണ്, എന്റെ മായാശക്തിയിൽ മോഹിതരാകിയാൽ ഞാനാണ് അവരുടെ സൃഷ്ടാവെന്ന് അവർക്കറിയില്ല. വരാഹ പുരാണത്തിലും ഇപ്രകാരം പറയുന്നുണ്ട്. നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. വരാഹപുരാണത്തിൽ പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് രുദ്രനും ജനിച്ചു. കൃഷ്ണ ഭഗവാനാണ് എല്ലാ തലമുറകളുടെയും ഉത്ഭവസ്ഥാനം. അദ്ദേഹം എല്ലാറ്റിനും കാരണഭൂതൻ എന്നറിയപ്പെടുന്നു. കൃഷ്ണൻ പറയുന്നു, എല്ലാം എന്നിൽ നിന്ന് ജനിക്കുകയാൽ ഞാൻ എല്ലാറ്റിന്റെയും പ്രഭവസ്ഥാനമാണ്. എല്ലാം എനിക്ക് അധീനമാണ്. എനിക്ക് ഉപരിയായി ആരുമില്ല. കൃഷ്ണൻ ഒഴിച്ച് മറ്റാരും പരമ നിയന്താവില്ല. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ കൃഷ്ണനെ അപ്രകാരം മനസ്സിലാക്കാൻ സാധിച്ച ഒരാൾ തന്റെ സർവശക്തിയും കൃഷ്ണാബോധത്തിൽ വിനിയോഗിച്ച് ഒരു യഥാർത്ഥ പണ്ഡിതനായിത്തീരും. ആ ഭക്തനോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൃഷ്ണനെ ശരിയായി അറിയാത്തവർ കേവലം മൂഢന്മാരാണ്.
ഒരു വിഡ്ഢി മാത്രമേ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതൂ. ഭഗവത്ഗീതയുടെ അല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും എല്ലാം കൃഷ്ണാബോധമുള്ളവർ തള്ളിക്കളയണം. അവർ വിഡ്ഢികളിൽ ഭ്രമിക്കപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണാബോധത്തിൽ മുഴുകണം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമനസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസന്നഗുരുവേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനേ നമഃ. നമസ്തേ സരസ്വതി വിഗൗരവാണപ്രസാദിനി വിശ്വസ്വം. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गौर भक्त वृंद हरे कृष्ण 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 हरे राम 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 हरे श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वदामह्यं वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरुन् वैष्णवंश श्रीरूपं सग्रजातं सहगणं तं सजीवं साद्वैतं सवधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश. हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय. ഹരേ കൃഷ്ണ. വളരെ നല്ല ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഹം സർവസ്യ പ്രഭോ. ഒരുപാട് ആചാര്യന്മാര്, ഒട്ടുമിക്ക ആചാര്യന്മാരും അവരുടെ ലെക്ചറുകളിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഇത് കോട്ട് ചെയ്യാറുണ്ട്. പ്രഭുപാദ് പല പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഭാവാർത്ഥം വായിച്ചാൽ തന്നെ വളരെ ക്ലിയർ ആണ് അല്ലെ. പലരും ഇപ്പോഴും സംശയിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണോ സർവോത്തമ പുരുഷൻ, അദ്ദേഹത്തിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ, അദ്ദേഹത്തിന് തുല്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അല്ലെ കിണ്ടിക്കിളച്ച് നോക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലെ. വേറെ സാധാരണക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ വിശ്വസിക്കില്ല അല്ലെ. അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. ഭഗവാനാണ് സർവോത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവരാരും കേൾക്കില്ല അല്ലെ. അപ്പോ ഈ ശ്ലോകത്തില് ഇതിന്റെ വിശദീകരണത്തിലും വളരെ ക്ലിയർ ആയിട്ട്, പിന്നെ ഒരുപാട് ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അതേപോലെ വിശ്വസിച്ച് അതുപോലെ വളരെ വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ നാമം ജപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതിനിടയിൽ ഇനി നമ്മൾ അവിടെ റിസർച്ച് ചെയ്യുക നോക്കി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതൊക്കെ വൃഥാ സമയം പാഴാക്കൽ മാത്രമാണ്. എല്ലാം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് മറ്റൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല അല്ലേ. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? പരമപുരുഷനാണ് എല്ലാറ്റിന്റെയും ഉത്ഭവം. അഹം സർവസ്യ പ്രഭോ. ഞാനാണ് എല്ലാത്തിന്റെയും ഉത്ഭവം എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒരാൾ ഈ വസ്തുത മനസ്സിലാക്കുമ്പോൾ അവൻ ബുദ്ധിയുള്ളവൻ അല്ലേ, അവൻ ബുദ്ധിമാനായിത്തീരും. ഇപ്പോ ബുദ്ധിയുള്ളവരാണ് ഈ കൂടിയിരിക്കുന്നവരല്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത്. ഒരുവൻ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിരിക്കുമ്പോൾ അല്ലേ, ബുദ്ധഭാവ സമാൻവിത, ഈ പരമാനന്ദം ആത്മീയ വേദിയിലേക്ക് വരാൻ ഈ പരമാനന്ദം ആവശ്യമാണ്. അതിനാൽ ഒരാൾ ക്രമേണ ഭാവത്തിന്റെ അല്ലെങ്കിൽ പരമാനന്ദത്തിന്റെ വേദിയിലേക്ക് വരണം. നമുക്ക് ആ ഭാവമുണ്ട്, കൃഷ്ണാബോധം ഉണ്ടാവണം അല്ലേ. ആ ഭാവം ഭഗവാനാണ് ഉത്തമ പുരുഷൻ, നമ്മളെല്ലാം സേവകരാണ്. നമ്മുടെ ജോലി എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെ ബ്ലിസ്സായിരിക്കും, സന്തോഷമായിട്ട് അല്ലെ. എന്താ രസമാണ്. അതോ ശ്രദ്ധ. നമ്മൾ എന്താ വേണ്ടത്? അതോ ശ്രദ്ധ. ഒന്നാമതായി വിശ്വാസം. നമ്മുടെ ശിഷ്യന്മാര് അല്ലെ, ഈ ശിഷ്യന്മാരൊക്കെ ആചാര്യന്മാരെ വിശ്വസിക്കുന്നത് പോലെ അല്ലെ. ആചാര്യന്മാർ എന്ത് പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ അതുപോലെ അനുസരിക്കുന്ന ആൾക്കാരാണ് ശിഷ്യന്മാരെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരെല്ലാവരും അങ്ങനെയുള്ളവരാണ്. അതോ ശ്രദ്ധയാണ് വിശ്വാസം അല്ലെ. പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് വരുമ്പോഴത്തേന് അവർക്കൊക്കെ നോക്കി ഇവരെന്തിവിടെ എന്താ ചെയ്യുന്നത് അല്ലെ എന്നവർക്ക് ഒരു സംശയം തോന്നാൻ കാര്യമുണ്ട്. അതോ ശ്രദ്ധ സദാ സാധുസംഘം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ ചെയ്യുന്നതാണ് സാധുസംഘം അല്ലെ. ആ സാധുസംഖ്യയിലൂടെയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങളും നമുക്ക് കൂടുതൽ ജ്ഞാനവും ഉണ്ടാവുന്നത്. ആ സാധുസംഘം ഉണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസ്യത വരുത്തും അല്ലെ. അപ്പൊ ഒരാൾക്ക് ഒരു അല്പവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഘട്ടം എന്താണ്? അയാൾക്ക് വേണ്ടത് അല്പം സത്സംഗം, സാധുസംഘമാണ് അല്ലെ. അങ്ങേർക്ക് കുറച്ച് കഴിയുമ്പോൾ ആ എക്സസി ബാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അവർക്ക് അദ്ദേഹത്തിന് മനസ്സിലാവും, ഇതാണ് ഞാൻ അന്വേഷിച്ചത്, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് അദ്ദേഹത്തിന് തോന്നും. അതോ ശ്രദ്ധ സാധുസംഘ. ഒരാൾ എക്സ്റ്റസി ബാധിച്ചാലുടൻ അല്ലെ അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? കൃഷ്ണാബോധത്തിൽ ഒരാളാകാൻ ഇഷ്ടപ്പെടും. നമ്മൾ ഏതെങ്കിലും പകർച്ചവ്യാധിയെ മലിനമാക്കുന്നത് പോലെ സ്വാഭാവികമായും രോഗം വികസിക്കും. അതുപോലെ നമ്മൾ ഈ കൃഷ്ണാബോധ രോഗത്തെ മലിനമാക്കിയാൽ ഉടൻ അത് വികസിക്കും
അല്ലെ? ഒരല്പം ഇട്ട് കൊടുത്താൽ മതി അതങ്ങോട്ട് വികസിക്കാൻ തുടങ്ങും. പിന്നെ അല്ലെ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ ഭക്തൻ ദീക്ഷ സ്വീകരിക്കും. അല്ലെ? അതെ. അപ്പോ എന്താണ്? അധൗശ്രദ്ധ തഥാ സാധു സംഘ. പിന്നെ ഭജനക്രിയ. അല്ലെ? ഭക്തന്മാരില് ആ, ഒരാളായി കഴിയുക. അല്ലെ? ഇതിനെ ഭജനക്രിയ എന്ന് വിളിക്കും. ഭജനക്രിയ അല്ലെങ്കിൽ ഭക്തി സേവനം ഉണ്ടായാലുടൻ ഉടനടി അനർത്ഥം നിവർത്തി. അപ്പൊ നമ്മള് ഭജനക്രിയ എന്ന് പറഞ്ഞാല് ഒരുപാട് ഭഗവാന്റെ സേവകൾ ചെയ്യാം. എവിടെയൊക്കെ നമുക്ക് സേവ ചെയ്യാനുള്ള അവസരമുണ്ടോ അവിടെയൊക്കെ നമ്മൾ ചാടി വീണോ. ഇഷ്ടംപോലെ സേവകൾ ചെയ്യും. ഭഗവാന്റെ സേവ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അവബോധം ശുദ്ധമാകും. നമ്മുടെ ഹൃദയം ശുദ്ധമാകും. ഉള്ളു ശുദ്ധമായി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അർത്ഥം. അവിടെ ഒരു സംശയം വരും. നമുക്ക് ഈ സംശയം വരുന്നത് ഈ അവബോധനകത്ത് കുറച്ച് കറകളും കുറച്ച് അഴുക്കുകളും ഉള്ളതുകൊണ്ടാണ്. അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും പലതും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തത്. നേരെ മറിച്ച് ആ അവബോധം ക്ലിയർ ആയി കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതൊക്കെ അതുപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ഒരവസ്ഥയിലെത്തും. അനർത്ഥം, അതായത് അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോ ഈ ഭജനക്രിയ ആ, കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അനർത്ഥ നിവൃത്തി. അപ്പോൾ ഇത്രയും ക്ലിയർ ആക്കി ഭഗവാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്നുള്ളതിൽ നമ്മൾ അറിയത്തില്ല. അല്ലേ? ഉണ്ടാവും. ഉണ്ടാവേണ്ടതൊക്കെ ഉണ്ടായി തന്നെ തീരും. പക്ഷെ നമ്മൾ അറിയില്ല, അറിയാതെ പോകും. അല്ലേ? അനർത്ഥ നിവൃത്തി. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവ പരാജയപ്പെടും. നമ്മുടെ ജീവിതത്തില് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളെ വിട്ടു പോകുന്നു. ഈ ഭൗതിക ലോകം ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. നമ്മൾ ചെറിയ ധാന്യങ്ങൾ വളർത്തുന്നു, നമുക്ക് കുറച്ച് പാലും കുറച്ച് പച്ചക്കറിയും ലഭിക്കും. കൂടാതെ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കും. എന്നാൽ നമ്മൾ നഗരത്തിലേക്ക് പോകുമ്പോൾ അല്ലെ, എല്ലാം കുളമാവും. നമ്മള് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരിക്കും നമ്മൾ കൊണ്ടുപോകുക. നേരെ മറിച്ച് നമ്മള് സിറ്റിയിലോട്ട് ടൗണിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മള് കുറച്ചുകൂടെയൊക്കെ മോഡേൺ ആവും. പിന്നെ അയൽവക്കക്കാരൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലേ? വി വിൽ ബി ഫോഴ്സ് ടു ഡു സോ. അപ്പോ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കയ്യിൽ പലതും നിന്നെന്ന് വരില്ല. പിന്നെ നമുക്ക് ഭഗവാനെ കുറിച്ച് ആലോചിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. കാര്യം പലതിന്റെയും പുറകിൽ ഓടുകയാണ്. അല്ലേ? എന്താ ചെയ്യുക, എന്ത് കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓടുകയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. അല്ലെ? അതുകൊണ്ടാണ് ഈ നരക ജീവിതം നഗര ജീവിതം നരക ജീവിതം എന്ന് പറയുന്നത്. അല്ലേ? അവിടെ വേറെ ഒന്നുമില്ല. തഥാ ദേഹാന്തര പ്രാപ്തി. ഈ ശരീരം മാറ്റാൻ ശരീരം മാറുന്നത് പോലെ ആൺകുട്ടിയായി മാറുന്നു, ആൺകുട്ടി ശരീരം മാറും, യുവാവായി മാറും, യുവാവ് ശരീരം മാറും, വൃദ്ധനായി മാറും. അതുപോലെ വൃദ്ധൻ മാറുമ്പോൾ എന്താണ്? ശരീരം അയാൾക്ക് മറ്റൊരു ശരീരം ലഭിക്കും. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവ് പ്രകൃതി നിയമങ്ങളെ വെല്ലുവിളിച്ചാൽ, അല്ലേ? വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എനിക്ക് വയസ്സാവണ്ട, ഞാൻ വയസ്സാവൂല എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റില്ല. നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന എത്രയോ എന്താണ് സൗന്ദര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല എന്താണ് നല്ല വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ, സിനിമാ നടന്മാർ, അല്ലെ? അവർക്ക് എല്ലാവരും വയസ്സാവുന്നില്ലേ? അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടാൽ പോലും അറിയാത്ത രീതിയിൽ അവർ വയസ്സായി മാറും. നമുക്കതൊരു ഒരിക്കലും അവർ എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും അത് മാത്രം അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അല്ലെ? ഞാൻ വയസ്സാവില്ല, എനിക്ക് രോഗം ബാധിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ജരയും നരയും, അല്ലെ? രോഗവും ബാധിച്ചു തന്നെ ഇരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ വൃദ്ധനായി അല്ലെ നമ്മള് കാലയവനികയിൽ മറയുന്നു, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെ അടുത്ത ശരീരം തേടി നമ്മൾ പോവുകയാണ്. അല്ലെ? അപ്പോ എല്ലാവരും വൃദ്ധരായേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ചില ആൾക്കാർക്ക് അടുത്ത ജന്മത്തിലും വിശ്വാസമില്ല. അല്ലെ? അവരെന്താ പറയുന്നത്? ആകപ്പാട് ഒരു ജീവിതമാണുള്ളത്, ആകപ്പാടെ ഒരു ജീവിതമുള്ളൂ, ഇനി ഒരു ജീവിതമില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇവിടെ അടിച്ചു പൊളിച്ചു ജീവിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാരുടെ തത്വം. അല്ലെ? അവർക്ക് വേറെ തത്വമൊന്നുമില്ല, അവർക്ക് വേറെ ആശയങ്ങളൊന്നുമില്ല. ഇതാണ് അവരുടെ ആശയം. എന്താണ്? മാക്സിമം സന്തോഷിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. സന്തോഷിക്കുക എന്നുള്ളതല്ല, എൻജോയ് ചെയ്യുന്നുള്ള. അല്ലെ? അപ്പോ അതല്ല നമ്മള് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇവിടെ അങ്ങനെ ഒരു എൻജോയ്മെന്റ് ഇല്ല. ഇവിടെ ആകപ്പാടെ ഉള്ള ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്ന എൻജോയ്മെന്റാണ്. ഭഗവാൻ സന്തോഷമാകുമ്പോൾ നമ്മൾ സന്തോഷമാവും, അത്രയും ഉണ്ട്. അല്ലാതെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ്? ഇവിടെ ദുഃഖാലയം അശാശ്വതമാണ്. അങ്ങനെ ഭഗവാൻ പറയുന്നതിനിടയിൽ നമ്മൾ ഇവിടെ സുഖം അന്വേഷിച്ച് നടന്ന വലിയ ഉപയോഗമുണ്ടോ?
വെറുതെ നമ്മൾ സമയം പാഴാക്കലല്ലേ, അല്ലേ? അതാണ്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗൻ ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. അല്ലെ? ഭഗവത്ഗീതയിലാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്? വളരെ ഭക്തിയുള്ളവരെ അർത്ഥമാക്കുന്നത് അവർ ഉയർന്ന ഗ്രഹവസ്ഥയിലേക്ക് അവരോധിക്കപ്പെടും. അല്ലെ? അപ്പൊ നല്ലൊരു ഭക്തന്മാരായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ, മുകളിലേക്കുള്ള ഗ്രഹങ്ങളിലേക്ക് പോകാൻ പറ്റും. പോയി 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 നമ്മള് വൈകുണ്ഠത്തിലും എന്താണ് ഗോലോകത്തിലും എത്തും. അവർ ഗ്രഹാവസ്ഥയിൽ നിന്ന് ഇറങ്ങി ആരപ്പിന് എന്താണ് സാധാരണക്കാരായാൽ മധ്യഗ്രഹ വ്യവസ്ഥയിൽ തുടരും. വളരെ മ്ലേച്ഛരും പാപികരുമായവരെ അവരെവിടെ പോവും? അല്ലെ? ഗ്രഹാവസ്ഥയില് താഴോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യും. മനുഷ്യനേക്കാൾ താഴ്ന്നവരാകുകയോ അല്ലെ, അല്ലെങ്കിൽ മൃഗങ്ങളോ മരങ്ങളോ പക്ഷികളോ ആയിട്ട് ജനിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് ബുദ്ധിയില്ല. അവരുടെ ശാസ്ത്രീയമായ ധാരണയ്ക്ക് അറിവിന്റെ പുരോഗതിയില്ല. ഈ ബുദ്ധിയില്ല അല്ലെങ്കിൽ അറിവില്ല എന്ന് പറയുന്നത് അവര് എന്താണ് ഭൗതികമായിട്ടല്ല, എന്താണ് സ്പിരിച്വലായിട്ട്, ഇതാണ് ആത്മീയമായിട്ട് അവർക്ക് ബോധമില്ല, ആത്മീയമായിട്ട് അവർക്ക് അറിവില്ല എന്ന് വേണം നമ്മൾ അർത്ഥമാക്കാനായിട്ട്. അപ്പോൾ ആത്മീയമായിട്ട് ബോധമുള്ളവരാണ് ഈ ഇരിക്കുന്നവരെല്ലാം, അല്ലെ? നമ്മൾ ഈ കൂടിയിരിക്കുന്നവരെല്ലാവരും ആത്മീയമായ ബോധമുള്ളവരാണ്, ആത്മീയമായ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നമ്മളിത് അല്ലെ ഈ സത്സംഗത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യും. ആർക്കും വേറെ ജോലിയൊന്നും ഇല്ലാത്തതുണ്ടല്ലോ, പല ജോലികളും പലതും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോ നമ്മള് കർമ്മം അനുസരിച്ച് നമുക്ക് അടുത്ത ജീവിതം ലഭിക്കും എന്നതാണ് നിയമം. അത് ഉയർന്ന ജീവിത നിലവാരമായിരിക്കാം, താഴ്ന്ന ജീവിത നിലവാരമായിരിക്കാം. അതുകൊണ്ട് ഉയർന്ന ജീവിത നിലവാരം ലഭിക്കുകയാണെങ്കിൽ അത് ശരിയാവും. പക്ഷേ നമുക്ക് ജീവിത നിലവാരം കുറഞ്ഞാൽ ഇന്നത്തെ പോലെ ഞാൻ ഇവിടെയുണ്ട്. അടുത്ത ജന്മം ചിലപ്പോൾ നമ്മൾ എവിടെയായിരിക്കും? ചിലപ്പോൾ ഒരു മരമായിട്ടോ, ചിലപ്പോൾ ഏതെങ്കിലും 4 കാലുള്ള മൃഗമായിട്ടോ ഒക്കെ നമ്മൾ ജനിച്ചെന്ന് വരും. നമ്മുടെ ആത്മീയ ധാരണയിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ അനർത്ഥ നിവൃത്തി എന്ന് വിളിക്കുന്നു. അനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് പരാജയപ്പെടും. അതായത് ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ പതുക്കെ 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 പൊക്കോണ്ടിരിക്കുന്നു, വെളിയിലോട്ട് അല്ലെ നമ്മളെ വിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ ലളിതമായി ഇവിടെ ജീവിക്കണമെന്നതാണ് അല്ലെ, എന്താണ് പ്രഭുപാദൻ പറയുന്നത്. ഭഗവാനും പറയും. ഭഗവാൻ എന്താ? കൃഷ്ണൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകും. ഭഗവാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വിതരണം ചെയ്യും. ജീവിത ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും നമുക്ക് എല്ലാം ലഭിക്കുമെന്ന് ആത്മവിശ്വാസം പുലർത്തുക. പാപകരമായ പ്രവർത്തനങ്ങളില്ലാതെ ജീവിക്കുക. അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതിനെയാണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നിർത്തുമ്പോൾ പൂർണ്ണ വിരാമം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പിന്നെ തതോനിഷ്ഠ. അപ്പോൾ നമ്മുടെ ആരംഭ വിശ്വാസം ദൃഢമാണ്. അതിനെയാണ് നിഷ്ഠ എന്ന് പറയുന്നത്. തതോ നിഷ്ഠ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ തതോ രുചി. എന്നിട്ട് ആസ്വദിച്ചു നോക്കുക. ഒരാൾക്ക് ഇത്തരത്തിലുള്ള ജീവിതം രുചിച്ചത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇതിനെ രുചി എന്ന് വിളിക്കുന്നു. തതോ നിഷ്ഠ തതോ രുചി. അഥാശക്തി, പിന്നെ ആസക്തി. പിന്നെ പിന്നെ എന്താണ്? നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യണം, കൂടുതൽ കൂടുതൽ ജപിക്കണം, കൂടുതൽ കൂടുതൽ ഭഗവാൻ സേവ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. പിന്നെ ഭാവം, ആ ഭാവഘട്ടത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ അടുത്ത ഘട്ടം ഈശ്വരന്റെ സ്നേഹമാണ്, ഭഗവാന്റെ പ്രേമമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? നമ്മൾ ദൈവസ്നേഹത്തിന്റെ നിലവാരത്തിൽ എത്തിയാലുടൻ നമ്മുടെ ജീവിതം വിജയിക്കും. അതിനാൽ എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് സാധ്യമായ എല്ലാ അവസരങ്ങളും നൽകാൻ നാം ശ്രമിക്കുന്നു, അല്ലെ? അതായത് ഭഗവാൻ നമുക്കെല്ലാം തന്നിട്ടുണ്ട് ദൈവം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കൃഷ്ണാബോധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോ ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെ? നമുക്കൊക്കെ പണ്ടൊക്കെ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. എല്ലാ കാര്യത്തിനും, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ദേഷ്യം വരുമായിരുന്നു. ഇപ്പൊ അത് കുറെയൊക്കെ കുറവുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൃഷ്ണാബോധത്തിൽ വന്നതുകൊണ്ട്. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, വൺ ഓഫ് ദി അഡ്വാൻറ്റേജ്, അല്ലെ? അതായത് നമ്മൾ എല്ലാ ദിവസവും വളരെ എന്താണ് എന്താണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ, നമ്മളിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ പതുക്കെ 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 പോകുന്നത് കാണാം. എന്താണ് ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ? അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കണം, മറ്റുള്ളവരെ ചീത്ത പറയണം, എനിക്ക് എല്ലാം അടക്കി ഭരിക്കണം എന്നുള്ളൊരു താല്പര്യം. പിന്നെ എന്താണ് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെ? ഭഗവാനെ കൂടുതൽ സ്നേഹിക്കണം, ഭഗവാനെ കൂടുതൽ സേവ ചെയ്യണം, എന്താണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് വരും. എങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ കൃഷ്ണാപൂരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം വന്നാൽ പോലും നമുക്ക് അത്രയ്ക്കും വലിയ പ്രശ്നമൊന്നും വരില്ല. നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കും. വരുന്നതൊക്കെ വഴിയേ വരും, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം, അല്ലെ?
അപ്പോൾ നമ്മൾ ഈ ജപിക്കുമ്പോൾ ആ വിശ്വാസം കൂടും. കൂടുക എന്ന് പറയുമ്പോൾ ഇതാണ്, നമുക്ക് ആരോ ഉണ്ട്, നമ്മളെ സഹായിക്കാനായിട്ട് ആരോ ഉണ്ട്, നമ്മളെ പിന്താങ്ങാനായിട്ട് ആരോ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല, ഞാൻ അനാഥനല്ല, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ള ഒരു 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 വിശ്വാസം നമുക്ക് വരും. അങ്ങനെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ശാന്തമാവും. നമ്മൾ എന്താണ് ഈ വയലന്റ് ആവുന്നത്? നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഭയം, ഉള്ളിലൊരു ഭയമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വയലന്റ് ആവുന്നത്. അല്ലെ? എന്ത് കാര്യത്തിനും നമ്മൾ ചാടിക്കടിക്കുന്നത്, എന്ത് കാര്യത്തിനും നമ്മൾ ചീത്ത പറയുന്നു, മറ്റുള്ളവർ ചീത്ത പറയുന്നു. അല്ലെ? ഇപ്പൊ നമ്മള് ആ, എന്താണ് ഈ ഭക്തന്മാരാവുന്നതിന് മുമ്പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മളെ വീട്ടിൽ നമ്മൾ എന്തിനും ചീത്ത പറയുക, കുറ്റം പറയുക, കുറ്റം കണ്ടുപിടിക്കുക. അല്ലെ? നല്ല കാര്യങ്ങളൊന്നും നമ്മൾ പറയത്തില്ല, എല്ലാം കുറ്റം മാത്രമേ പറയുന്നില്ല. നമ്മളെ മക്കളുടെയൊക്കെ ഒരു പരാതി അതാണ്, അമ്മ എന്തിനാ എപ്പോഴും എന്നെ ചീത്ത പറയാം, അച്ഛൻ എന്തിനാണ് എപ്പോഴും എന്നെ ചീത്ത പറയുന്നത്. അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മള് താരതമ്യം നോക്കിക്കഴിഞ്ഞാല് ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിലൊക്കെ നമുക്ക് ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ട്. അല്ലെ? അതായത് കുറഞ്ഞു 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 വരുന്നതാണ്. എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. അല്ലെ? യോഗക്ഷേമം വഹാമ്യഹം, നിനക്കുള്ളതെല്ലാം ഞാൻ എന്താണ് സംരക്ഷിക്കും, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരികയും ചെയ്യും എന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നുണ്ട്. അല്ലേ? അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് വരും. ആ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ആവശ്യമില്ലാത്ത ദേഷ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ദേഷ്യം വരുന്നത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ, നമുക്ക് മനസ്സ് ശാന്തം എപ്പോ ആവും? എല്ലാ കാര്യവും ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ ഉണ്ടല്ലോ എനിക്ക്, എന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ, അർജുനൻ അവസാനം അങ്ങനെയായിരുന്നു. അല്ലെ? എല്ലാം ഭഗവാൻ നോക്കിക്കോളും, ഭഗവാൻ അനുസരിച്ച് എല്ലാം നടക്കട്ടെ, ഞാൻ അങ്ങയിൽ അദ്ദേഹത്തില് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് അർജുനൻ സമാധാനമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും. അതുവരെ അങ്കലാപ്പായി. മനസ്സിലായി? അതുപോലെയാണ് നമ്മളും. നമ്മള് കേസ് ഒരു വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. പക്ഷെ അത് കുറച്ച് കൂടുതലായിരുന്നു, ഇത് കുറച്ച് കുറവാണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാനിൽ കംപ്ലീറ്റ് അങ്ങോട്ട് സറണ്ടർ ചെയ്യും. ഭഗവാനില് നമുക്ക് വിശ്വാസം, ആ വിശ്വാസം കംപ്ലീറ്റ് വയ്ക്കുക. നമുക്ക് എവിടെയൊക്കെയോ ഇച്ചിരി ഇച്ചിരി സംശയമുണ്ട്, ഇനി ഇതെങ്ങാനും പറയുന്നത് വെറുതെ വിദ്യയാണോ, അല്ലേ, ഇതൊക്കെ ആരെങ്കിലുമൊക്കെ എഴുതി വെച്ചതാണോ എന്നുള്ള ഒരു സംശയം നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എവിടെയോ ഗുണ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പിഴുത് മാറ്റി നമ്മൾ വെളിയിൽ കളയണം. അല്ലേ? വെളിയിൽ കൊണ്ടുപോയി കഴുകണം, ഇനി വരാത്ത രീതിയിൽ. അപ്പൊ ഇനിയും അങ്ങനെ സംശയങ്ങൾ വരുമ്പോ വേണ്ട വേണ്ട, എന്നെ സംശയിക്കണ്ട, അല്ലേ, എന്നെ കുഴപ്പിക്കല്, മാറി നിൽക്കുന്നു പറയണം. അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ കുനുകുനുകുനാന്നുള്ള പ്രവർത്തനം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശാന്തമാവും. നമ്മൾ ശാന്തമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിന്ന് വരുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും, നല്ല രീതിയിലുള്ള സംസാരമായിരിക്കും. ആരെയും വിദ്വേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൊടിപ്പിക്കുന്ന ഒരു സംസാരം നമ്മുടെ നാവിൽ നിന്ന് വരത്തില്ല. വളരെ വളരെ അളന്ന് കുറിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. ചില ആൾക്കാരെ കണ്ടില്ലേ, വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. നമ്മളെ പോലെയല്ല. അല്ലേ? അവരാരെങ്കിലും കണ്ട ഹരേ കൃഷ്ണ, ആ, ആ. അവര് പറയുന്നത് കേട്ടോണ്ട് നിൽക്കല്ലേ, അതോ അങ്ങോട്ടൊന്നും പറയും. അവരെല്ലാം തികഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ മനസ്സമാനോട് നിൽക്കാൻ പറ്റുന്നത്. നമുക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറിയുന്നതൊക്കെ അവരെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം. അല്ലെ? നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമം. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭൗതികമാണ്. ഭൗതികമായിട്ടുള്ള ചിന്ത നമ്മളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. അതിൽ നിന്നുള്ള ആനന്ദം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആണ് സംഭവിക്കുന്നത്. അത് നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട്, അതായത് ഭഗവാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഡു ദ പ്രാക്ടീസ്, ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു ഇംപ്രൂവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞതുപോലെ. അല്ലെ? ഭഗവാൻ അർജുനൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കാറ്റിനെ വേണമെങ്കിൽ ഞാൻ തടഞ്ഞു നിർത്താൻ എന്റെ മനസ്സിനെ തടയാൻ പറ്റുന്നില്ല, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അല്ലെ, യു ഡു ദ പ്രാക്ടീസ്. അത് തന്നെയാണ് നമുക്കുള്ളത്, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചിന്തകൾ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരരുതേ ഭഗവാൻ. എന്നെ ഒന്ന് സഹായിക്കണേ, ഗുരുക്കന്മാരെ എന്നെ സഹായിക്കണേ, എനിക്ക് ഈ ചിന്തകൾ വേണ്ട, ഇതൊന്ന് മാറ്റിത്തരാനായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക്, അവബോധത്തിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുക. ഇറങ്ങിച്ചെന്ന് അതിനകത്തിരിക്കുന്ന ഭഗവാൻ അത് കേൾക്കുകയും അതിനനുസരിച്ചുള്ള, അല്ലെ, പ്ലേസ്മെന്റ്സ് വരുത്തുകയും ചെയ്യും, മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മള് കണ്ടാല് നമുക്ക് ദേഷ്യം തോന്നുന്ന ആൾക്കാരെയൊക്കെ കഴിയുന്നിടത്തോളം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാറ്റി നിർത്തുക. അല്ലെ?
ചില ആൾക്കാരില്ല, നമ്മൾ അവരെ ഫ്രണ്ടിൽ അവർ നമ്മളെ ഫ്രണ്ടിൽ വന്ന് അവർ നമ്മളെ അസോസിയേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും, സ്വാഭാവികം മാറും. കാര്യം അവരങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെയും ട്യൂൺ മാറും അല്ലെ. പിന്നെ നമ്മൾ വീണ്ടും അവരുടെ ആ ഗ്രൂപ്പിലേക്ക് പോകും. അത് കഴിയുന്നിടത്തോളം ഒഴിവാക്കാൻ ശ്രമിക്കും. അതാണ് അസത് സംഘ എന്ന് പറയുന്നത്. അസത് സംഘ എന്ന് പറഞ്ഞാൽ ഭഗവാന് താല്പര്യമില്ല, ഭഗവാന്റെ ഭക്തന്മാരെ അല്ലാതെ നമ്മൾ വേറെ ആരോടും കൂട്ടുകൂടാൻ പാടില്ല എന്നാണ്. ആ ആ കൂട്ടുകൂടിൽ നിൽക്കുന്നതാണ് എന്താണ് സത്സംഗം എന്ന് പറയുന്നത് അല്ലെ. ആ സത്സംഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആരോടാണോ കൂട്ടുകൂടുന്നത് ആ രീതിയിലുള്ള മനോഭാവം നമുക്കുണ്ടാവും. അവര് സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിച്ചു തുടങ്ങും അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക, കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് സാധിച്ചു എന്ന് വരില്ല. കാര്യം നമ്മൾ അത് ഒരുമിച്ചിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും കഴിയുന്നിടത്തോളം സംസാരം കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറുള്ളൂ. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ പുള്ളിക്കാരൻ സംസാരിക്കണം തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ പറഞ്ഞ അല്ലേ, നിൽക്കുക, അത്ര തന്നെ. പിന്നെ തിരിച്ചു ഇറങ്ങുമ്പോൾ ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് വരും. അത്രയും മാത്രം അതിൽ ഒതുക്കാൻ ശ്രമിക്കും. ഇതിനിടയ്ക്കുള്ള സംസാരിക്കുമ്പോഴാണ് നമ്മുടെ അവബോധം മലിനമാകും. കാര്യം എന്താണ്? മറ്റുള്ളവർക്ക് നിന്ന് കിട്ടുന്നതൊക്കെ അതാണ്. ആ മലിനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ അവബോധം മലിനമാവുകയാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. അത് മലിനപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഈ അനാവശ്യമായിട്ടുള്ള ആപത്തുകളൊക്കെ നമ്മൾ വിട്ടുപോകും. അനർത്ഥ നിവൃത്തി അല്ലെ. അത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ളതെല്ലാം പുറകെ വരും, താനേ വരും. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇപ്പൊ എന്താണ്, അനർത്ഥ നിവൃത്തി, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ താനേ വരും അല്ലേ. നിഷ്ഠയും രുചിയൊക്കെ താനേ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയില്ല ആ രുചിയൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എത്രയൊക്കെ മഴയാണെങ്കിലും അല്ലെ, ഇന്നിപ്പോ രാവിലെ മഴ പെയ്തുകൊണ്ടിരിക്കുക ഇവിടെ, എത്രയൊക്കെ തണുപ്പാണെങ്കിലും എത്രയൊക്കെ ചൂടാണെങ്കിലും എത്രയൊക്കെ വയ്യെങ്കിലും ശരീരമായിട്ട് വയ്യെങ്കിലും നമ്മൾ ചാടി എണ്ണീറ്റ് ഈ സത്സംഗത്തിൽ ഇരിക്കാനുള്ള കാരണം ആ രുചിയാണ്. ആ രുചി കിട്ടിയത് കൊണ്ടാണ്. അതൊന്നും നമ്മൾ രുചിച്ച് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടല്ല. പക്ഷെ സ്വാഭാവേന അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഉടലെടുക്കുന്ന മാറ്റങ്ങളാണ്. കാര്യം അത് ഇതിൽ കയറിയില്ലെങ്കിൽ എന്തോ ഒരു വലിയ കുറവാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ദിവസം മറ്റുള്ള ദിവസങ്ങൾ പോലെ അല്ല ഇതിൽ വന്നില്ലെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ രുചി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അല്ലെ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും കുറെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും ഈ സത്സംഗത്തിലേക്ക് നമ്മൾ വന്നു ചേരാൻ ശ്രമിക്കും അല്ലെ. വന്നു ചേർന്നാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? നല്ല സത്സംഗമാണ് കിട്ടുന്നത്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇന്ന് ഭഗവാനെ കുറിച്ച് എന്ത് കേൾക്കാം അല്ലെ, ഇന്ന് നമുക്ക് ആത്മീയമായി ഉയരാനായിട്ട് നമുക്ക് എന്തൊക്കെ കേൾക്കാം അല്ലെ, അതിന് എന്തൊക്കെ വഴിയുണ്ട് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതൊക്കെ അറിയാനുള്ള ആ ഒരു ത്വര അല്ലെ, നമുക്ക് കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി എല്ലാ മനസ്സും ഇരിക്കുമ്പോ അതിന്റെ വ്യത്യാസം വേറെയാണ് അല്ലെ. ഒരേ മനസ്സോടു കൂടിയാണ് ഇരിക്കുന്നത്. നമ്മള് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ജപിക്കുന്നതും സത്സംഗത്തിൽ ഇരുന്ന് ജപിക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം എന്താണ്? അപ്പോ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ജപിക്കുകയാണെങ്കിൽ ഇപ്പോ 16 മാല ജപിച്ചു കഴിഞ്ഞാൽ 16 മാല കൗണ്ട് ആവും. നമ്മുടെ ഏത് അക്കൗണ്ടില്? വൈകുണ്ഠ അക്കൗണ്ടിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വൈകുണ്ഠ അക്കൗണ്ട് കൂട്ടുവാനും വേണം ശ്രമിക്കാനായിട്ട്. എന്ത് കാര്യത്തിനും ഒരു അമ്പലത്തിൽ വന്ന് അല്ലെങ്കിൽ ഭഗവാന്റെ ഫ്രണ്ടിൽ നിന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെയും കയറി നിൽക്കുന്നത്. അത് എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും അതിങ്ങനെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ദിവസം പോലും ബ്ലാങ്ക് ആയി കിടക്കാൻ പാടില്ല എന്നാണ് അല്ലെ. എന്ത് വഴിയെങ്കിലും ആ അക്കൗണ്ടിലേക്ക് കൂടുതൽ നമ്മൾ ക്രെഡിറ്റ് കയറ്റാൻ വേണ്ടി വേണം നമ്മൾ എല്ലാ ദിവസവും ശ്രമിക്കണം. അപ്പോ ഈ സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഒരുമിച്ചിരുന്നാണ് ജപിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 50 പേര് ഇവിടെ ഉണ്ട്. 50 പേരുണ്ടെങ്കിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 55 പേരുണ്ട്. ഈ 55 പേര് ഒരുമിച്ച് നമ്മൾ ജപിക്കുകയാണെങ്കിൽ 55 ഗുണം 16 ആണ് നമ്മൾ ക്രെഡിറ്റ് കയറുന്നത്. ആലോചിച്ച് നോക്കൂ. 55 ഗുണം 16 അല്ലെ, അതാണ് നമ്മുടെ ക്രെഡിറ്റ് കയറുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയൊക്കെ നമുക്ക് സത്സംഗത്തിലിരുന്ന് ഒരുമിച്ച് ജപിക്കാൻ പറ്റുമോ അങ്ങനെ ജപിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് വീട്ടിലൊക്കെ ഇരുന്ന് ജപിക്കുമ്പോൾ നമ്മൾ കുടുംബസമേതം ജപിക്കണം എന്ന് പറയും. എല്ലാവരും കൂടി ഇരുന്ന് ജപിക്കുമ്പോൾ 6-7 പേരാവൂലേ, അല്ലെങ്കിൽ 4-5 പേരാവൂലേ അല്ലെ. അപ്പൊ 5 ഗുണം അങ്ങനെ വേണം നമ്മൾ ശ്രമിക്കാൻ. കാര്യം ഭഗവാൻ അതാണ് ഇഷ്ടം. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ജപിക്കുന്നതിനേക്കാളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ജപിക്കുന്നതാണ് ഇഷ്ടം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആനുകൂല്യേന കൃഷ്ണാനുഷ്ഠിക്കണം. ഭഗവാൻ എന്താണോ ഇഷ്ടം അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ക്രെഡിറ്റ് കയറാൻ വേണ്ടിയല്ല. നമ്മൾ ഒരു തരത്തിലുള്ള റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്, അല്ലെ? അനന്യ ചിന്ത എന്തോ മാം, മറ്റൊരു ചിന്തയും ഇല്ലാതെ, അതായത് എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടും, ആ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ. ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രതീക്ഷ മാത്രമേ നടക്കുള്ളൂ, മറ്റൊന്നും നടക്കില്ല. നമുക്ക് ക്രെഡിറ്റ് കിട്ടത്തില്ല, അല്ലെ? ഭഗവാനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ തരും. നമുക്ക് കിട്ടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഭഗവാൻ തരും. പക്ഷേ നമുക്കത് ആത്മീയമാവില്ല, അത് ഭൗതികമായി മാറും. അപ്പൊ നമ്മള് ഭൗതികത ഇതിൽ അല്പം പോലും കലർത്താതെ, അതിൽ വെള്ളം ചേർക്കാതെ വേണം നമ്മള് ഭഗവാന്റെ സേവ ചെയ്യാനെന്നൊക്കെ. നാമം ജപിക്കുമ്പോഴും, അല്ലെ, എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഈ മൂന്ന് കാര്യവും വളരെ ഭംഗിയായി ചെയ്യണം, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ 16 മാല ജപിക്കുന്നെങ്കിൽ നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും, എത്ര എത്ര മാല ജപിച്ചപ്പോഴാണ് ഞാൻ ഭഗവാനെ ഓർത്തത്, എത്ര മാല ജപിച്ചപ്പോഴാണ് ഞാൻ ഭഗവാന്റെ കാൽപ്പാലങ്ങൾ കണ്ടത്, എത്ര മാല ജപിച്ചപ്പോഴാണ് ഞാൻ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള താമര ഫേസ് കണ്ടത്, അല്ലെ? ആ മുഖശ്രീ കണ്ടത് എപ്പോഴാണ്? ഭഗവാന്റെ കണ്ണുകൾ എപ്പോഴെങ്കിലും നാം കണ്ടോ, അല്ലെ? എപ്പോഴെങ്കിലും എന്റെ മെഡിറ്റേഷനിൽ എന്റെ മനസ്സിൽ അത് വന്നോ എന്ന് ആലോചിക്കാം, അല്ലെ? അങ്ങനെ വന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാനെ കണ്ടുകൊണ്ട് ചെയ്യണം. അതാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. വിഷ്ണുവിനെ സ്മരിക്കണം. അപ്പൊ നമ്മൾ വിഷ്ണുവിനെ കാണുകയാണ്, ഭഗവാൻ കൃഷ്ണനെ കാണുകയാണ്, അല്ലെ? കൃഷ്ണനെ എന്ന് വെച്ചാല് കൃഷ്ണ എന്താണ്? വിഷ്ണു തത്വം, അല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പൊ ചിലർക്ക് നരസിംഹദേവനെ ആയിരിക്കും ഇഷ്ടം, അല്ലെ? എല്ലാവരും അവതാർ നരസിംഹ ദേവ് സിനിമ കണ്ടു എന്ന് വിചാരിക്കണം, അല്ലെ? നമുക്കൊക്കെ സിനിമ കാണാനുള്ള ഒരു അവസരമായിരുന്നു. നമ്മൾ സിനിമയൊന്നും കാണാൻ പോകാറില്ലല്ലോ സാധാരണ. പക്ഷെ ഈ മഹാവതാർ വന്നതുകൊണ്ട് എല്ലാവരും സിനിമാ തിയേറ്ററിലേക്ക് കാണാൻ പറ്റും. ഇവിടെ പലർക്കും പല തിയേറ്ററും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ തിയേറ്റർ ഉണ്ടോ. അവരൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചത് ഈ അവതാര സിനിമ കാണാൻ പോയിട്ടാണ്. അപ്പോൾ ഭക്തന്മാർക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോകാനുള്ള ഒരു അവസരമാണ്. അല്ലെ? വേറൊരു കുറച്ച് ഭക്തന്മാര് ഈ ഈ സിനിമ ചെയ്തതോടുകൂടി നമുക്കുണ്ടായത്. അപ്പോ വളരെ രസമായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാവരും ഭക്തന്മാരായിരുന്നു. ഹരിബോൽ ഹരിബോൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലർ അവിടെ നാമം ജപിക്കുന്നുണ്ടായിരുന്നു, ഉറക്കെ കീർത്തനം പാടുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ചേർന്നത്. അപ്പൊ നിങ്ങൾ അവിടെയുള്ള സിനിമ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടാവില്ല, നോക്കുക. ഇപ്പോഴും ഇത് 5 ദിവസത്തേക്ക് ഇവിടെ റിലീസ് ചെയ്തിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല തിയേറ്ററിൽ. കാരണം അത്രയ്ക്ക് ആൾക്കാരുണ്ട്. ഭയങ്കര വിജയമായിരുന്നു, നല്ല വിജയമായിരുന്നു. വിജയിക്കട്ടെ. കാരണം ഒന്ന്, നമ്മളൊരു ഭക്തനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സംവിധാനം എന്തോ, അല്ലെ? അവരാണ് അതിന്റെ പുറകിലുള്ളത്. അപ്പൊ അവർക്ക് ഇനിയും അതിനുള്ള ഒരു പ്രചോദനം വേണമെന്നുണ്ടെങ്കിൽ ഇത് സക്സസ് ആയേ പറ്റുള്ളൂ, അല്ലെ? നമ്മുടെ എന്താണ് ഇസ്കോൺ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഭാഗവതം പറയുന്നത് പോലെയാണ് അവരത് എടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ആ അവബോധത്തോടു കൂടി വേണം നമ്മളെ ജപിക്കാനും ബാക്കിയുള്ള സേവ ചെയ്യാനും. ഒരേ മനസ്സോടുകൂടി ഇരിക്കും. അതിനകത്ത് മറ്റൊരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം മോക്ഷപ്രാപ്തി പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ലെന്നാണ്, അല്ലെ? അതുപോലെ നമ്മൾ വിചാരിക്കരുത്. മോക്ഷം കിട്ടിയാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, എനിക്കെപ്പോഴും ഭഗവാന്റെ സേവ ചെയ്യണം, ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാവൂ. ബാക്കിയൊക്കെ ഭഗവാൻ കറക്റ്റായിട്ട് ചെയ്തു തരും, അല്ലെ? നമ്മൾ എവിടെ പിടിച്ചു വയ്ക്കണമെന്ന് ഭഗവാൻ നന്നായിട്ട് അറിയാം. നിനക്ക് സേവയല്ലേ ചെയ്യേണ്ടത്, നീ ഇവിടെ ഒന്ന് സേവിച്ചോളൂ. ചിലപ്പോൾ നരകത്തിൽ പോയാൽ അവിടെ നമുക്ക് ഭഗവാന്റെ സേവ ചെയ്യാൻ പറ്റും. പ്രഹ്ലാദ് ചെയ്തതുപോലെ. പ്രഹ്ലാദ് ജീവിച്ചിരുന്നപ്പോൾ ശരിക്കും നരകത്തിലാണ് ജീവിച്ചിരുന്നത്, അല്ലെ? ആ ഹിരണ്യകശിപുവിന്റെ മകനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു നരകമാണ്. ഭയങ്കര നരകതുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു ആ പാവത്തിൽ, അല്ലെ? എന്നിട്ട് പോലും ഭഗവാൻ എന്ത് ചെയ്തു? ആ ഭക്തന് വേണ്ടിയുള്ള വേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അപ്പൊ നമുക്കൊക്കെ അത്രയും കോംപ്ലിക്കേഷൻ ഒന്നുമില്ലല്ലോ. നമുക്കൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളെയൊക്കെ സഹായിക്കാനായിട്ട് ഭഗവാൻ വളരെ ഈസിയാണ്. പ്രഹ്ലാദ് മഹാരാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് ഭയങ്കര കോംപ്ലക്ഷൻ ഒരു എന്താണ് മനുഷ്യനാവാൻ പാടില്ല, മൃഗമാവാൻ പാടില്ല, വെള്ളത്തിലാവാൻ പാടില്ല, കരയിലാവാൻ പാടില്ല, അല്ലെ? പടിയിലാവും, അല്ല വെളിയിലാവാൻ പാടില്ല, അകത്താവാൻ പാടില്ല, ആകാശത്താവാൻ പാടില്ല, താഴെ ആവാൻ പാടില്ല. എന്തെല്ലാം കണ്ടീഷൻസ് ആയിരുന്നു. അതെല്ലാം കൊണ്ടുവരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു പാവത്തിന്. അത്രയും ബുദ്ധിമുട്ടൊന്നും നമ്മൾ സഹായിക്കാനായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെ? നമ്മുടെ എല്ലാ കാര്യവും ഭഗവാൻ നോക്കിക്കോളും. പക്ഷെ എന്ന് പറഞ്ഞ ആ ഒരു ആഗ്രഹം പോലും നമ്മൾ വയ്ക്കാൻ പാടില്ല. ഒരാഗ്രഹവും നമ്മുടെ മനസ്സിൽ വേണ്ട. ഭഗവാൻ എന്താണോ ഇഷ്ടം അത് അതുപോലെ നടക്കട്ടെ ഭഗവാനെ എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്, അല്ലെ? അത് ആ മനസ്സമാധാനത്തോടു കൂടി വെറുതെ പറയാൻ വേണ്ടി പറയുന്നതുമല്ല. അങ്ങനെ പറയാനും പാടില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ തട്ടി തന്നെ നമ്മളത്
ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ സേവ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. നേരത്തെ പോണാണെങ്കിൽ ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മളെ ഹരേ ഈ കൃഷ്ണ. നരസിംഹ അവതാർ സിനിമ തിരുവനന്തപുരത്തെ തിയേറ്ററുകളിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊന്ന് പറഞ്ഞു തരുമോ? സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല മാതാജി. ഞാൻ പോയത് ലുലു മാളിലാണ്. ലുലു മാളില് ഇത് നെറ്റിൽ അടിച്ചാൽ കിട്ടും മാതാജി. ലുലു മാളിൽ ഉണ്ടായിരുന്നു അത്. ഞാൻ ഇപ്പോഴും അവിടെയാണ്. ഓടുന്നുണ്ടോ? ലുലു മോളിൽ ഇപ്പോഴും ഓടുന്നുണ്ടോ ഈ പടം? ഇപ്പൊ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തിയേറ്ററുകളൊക്കെ എവിടെയൊക്കെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ആദികർത്ത പ്രഭുവിനോട് പറഞ്ഞു കൊടുക്കാം. ആദികർത്ത പ്രഭുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും. ഹരേ ചിലപ്പോ കൃഷ്ണ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും എവിടെയൊക്കെയാണ് ഉള്ളത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ചോദിക്കും. മധ്യലോകം എന്ന് പറയുന്നത് ഭൂമി തന്നെയല്ലേ പ്രഭു? എന്തോ ഭൗതിക ലോകം. നമ്മുടെ ഭൗതിക ലോകത്തിന് മധ്യലോകം എന്ന് പറയുമോ പ്രഭു? ഹരേ കൃഷ്ണ. മധ്യലോകം എന്ന് പറയാം. മുകളിലുള്ളത് ആത്മീയ ലോകങ്ങള്. ഹരേ കൃഷ്ണ. ഹാർട്ടെക് എന്ന് പറഞ്ഞ തിയേറ്ററിലുണ്ട് നരസിംഹം. അതെവിടെയാണ് മാതാജി? അത് പിന്നെ ഇവിടെ മോഡൽ സ്കൂളിന്റെ ഒക്കെ അതുവഴി പോയിട്ട്, മോഡൽ സ്കൂളില്ലേ, അത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോകണം. ആ ശരിക്കുള്ള ക്ലിയർ ആയിട്ടുള്ള സ്ഥലം ഹാർട്ടെക് എവിടെയാ ഏത് സ്ഥലമായിട്ട്? വഞ്ചൂര്. ഉണ്ടായിരുന്നല്ലോ, കൊല്ലത്ത് ഏതോ ഒരു തിയേറ്ററിലുണ്ട്. വഞ്ചൂര്. കൊല്ലത്ത് ഇന്നലെ കഴിഞ്ഞു മാതാജി. അത് കടപ്പാക്കട വരെ ഇന്നലെ കഴിഞ്ഞു. അത് കഴിഞ്ഞു. അവിടെ ഞങ്ങൾ പോയിരുന്നു. കടപ്പാക്കടയല്ലേ കൊല്ലത്ത്, അത് കഴിഞ്ഞു. ഇന്നലെ വരെ ഉള്ളായിരുന്നു. പ്രഭു, ഈ നരസിംഹ അവതാരം സിനിമയില്ലേ പ്രഭു, ഇതൊക്കെ ഈ വടക്കോട്ടൊക്കെ ഹൗസ്ഫുള്ളാ പ്രഭു. ടിക്കറ്റ് കിട്ടാനില്ല പ്രഭു. അയ്യോ ശരിയാ. നോർത്തിലോട്ടൊക്കെ ഭയങ്കര തള്ളാണ്. ടിക്കറ്റ് കിട്ടാനില്ല. വാസ്തവമാണ് പ്രഭു, വാസ്തവമാണ്. പക്ഷെ തിരുവനന്തപുരത്തുകാരൻ ഞാൻ കണ്ടതിൽ ഭക്തന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെ ആരെയും കണ്ടില്ല. പിന്നെ ഉള്ളവരൊക്കെ ഭക്തന്മാരുടെ കെയർ ഓഫിൽ വന്ന് നമ്മൾ നിർബന്ധിച്ചിട്ട് വന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര തൃപ്തിയായി, സന്തോഷമായി, കരഞ്ഞ് അവിടെ ഇരുന്നു ഓരോരുത്തർ, ഭക്തന്മാരല്ലാത്തവർ പോലും. കാരണം ആ രീതിയിലാണ് അവരത് എടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട്, വളരെ നമുക്കൊക്കെ ഭാഗവതം വായിക്കുന്നത് പോലെ തന്നെയാണ്. അതിനകത്ത് ഒരു അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. അതാണ് അതിനുള്ള പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് തൃപ്തിയാവും. ആ രീതിയിലാണ് അവരത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും അത് പോയി കാണണം. ഭഗവാൻ നരസിംഹനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നരസിംഹദേവ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സ്നേഹം തോന്നാനായിട്ട് നമുക്ക് ഈ ഒരു സിനിമ നമ്മളധികം ഒരുപാട് നമ്മളെ സഹായിക്കും. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും? ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? പ്രഭുജിക്ക് വേറെ ഒരുപാട് സേവകളുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തിയത്. പ്രഭുജിയെ നമുക്ക് റിലീസ് ചെയ്യാം. അപ്പൊ പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്കും യാതൊരു മുടക്കവും കൂടാതെ ഈ സത്സംഗം തരുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്രഭുജിയോട് ആദരപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ, ഹരേ രാമ ഹരേ, രാമ ഹരേ രാമ ഹരേ, രാമ 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 ഹരേ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ രാമ, രാമ രാമ ഹരേ രാമ ഹരേ, രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വംശകൽപതരുവേച കൃപാ സിന്ധുർഭൈവച ഭവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവൃന്ദിക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.